മോനെ സക്കീറേ. ആരാത്? ഞങ്ങളാ. എന്തിനാ എൻ്റെ കുട്ടി ഇവിടെ വന്ന് കിടക്കണേ? വാ, പെരേക്ക് പോകാം. ഇല്ല വാപ്പ, എനിക്ക് ആ വീട്ടിക്ക് വരാനുള്ള യോഗ്യത അല്ല. എന്റെ വാപ്പാന്റെ ഇമ്മാന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലുള്ള അർഹത എനിക്കില്ല. ഉമ്മാന്റെ കണ്ണീരും ബാപ്പാന്റെ നെഞ്ചിലെ പടച്ചിലും മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. എന്നോട് പൊറുക്കണം ബാപ്പ. എന്റെ മോക്കറിയരുത്. പാപ്പാക്ക് സഹിക്കൂല, പാപ്പാക്ക് സഹിക്കൂല. അളിയൻ വാ, നമുക്ക് വീട്ടിക്ക് പോവാം. അവിടെ ഉമ്മയും സെൽമയൊക്കെ ആകെ വിഷമിച്ചിരിക്കുക. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. വെറുതെ ആലോചിച്ച് എന്റെ മോൻ വിഷമിക്കണ്ട. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വാ എന്റെ മോൻ വാ, നമുക്ക് വീട്ടിക്ക് പോവാം. പണ്ട് ഇക്കാക്ക ഇവിടുന്ന് ചോറുന്നുമ്പം വൃത്തിയില്ല, ചോറിലെ മുടിയാണ്, എന്തൊക്കെ കുറ്റങ്ങളായിരുന്നു. ഒന്നും മിണ്ടായിരിക്കണ സൽമ. ഇജ്ജ് വിഷമിക്കേണ്ട സക്കീറെ, എല്ലാം ശരിയാവും. എല്ലാം എനക്ക് മനസ്സിലായല്ലോ, അത് മതി. സീനാനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഓള് നല്ല പെണ്ണാ. ഓളെ എനക്ക് കിട്ടിയത് എന്റെ ഭാഗ്യം എന്ന് കരുതിയാ മതി. എന്റെ കുട്ടി നിങ്ങളോട് ചെയ്ത തെറ്റിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കാം. സീനാനങ്ങള് സക്കീറിനൊപ്പം അയക്കണം. ആരും കാല് പിടിക്കോ മാപ്പി ചോദിക്കൊന്നും വേണ്ട. എന്റെ അടുത്തുണ്ട് തെറ്റ്. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല സൗഖ്യത്തെ. എന്റെ മോളെ കെട്ടാൻ വരുന്ന ചെറുക്കൻ പണക്കാരനാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ചെറുക്കനെ പറ്റി കൂടുതൽ ഒന്നും അന്വേഷിച്ചില്ല. കാരണം എല്ലാവർക്കും പണം മതിയല്ലോ. ആ അതിമോഹത്തിന് പടച്ചോൻ എനിക്കൊരു താക്കീത് തന്നു. നമ്മൾ എന്താണെന്നോ എങ്ങനെയൊക്കെ ജീവിക്കണമെന്നോ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ആരെങ്കിലും കാട്ടുന്നുണ്ട് നമ്മൾ കാട്ടിയാലേ ജീവിതത്തിൽ എവിടേക്ക് എത്തൂല. നമ്മുടെ സക്കീറിനും പറ്റിയത് അത് തന്നെയാ. സക്കീറെ, അന്റെ കുട്ടികൾ വളർന്നിട്ട് അന്നോട് ഇങ്ങനെ കാട്ടിയ ഇജ്ജ് സഹിക്കൂ? വാപ്പാക്കും ഉമ്മാക്കും പകരം വെക്കാൻ ഈ ദുനിയാവില് വേറൊന്നുമില്ല. പൈസ ഉണ്ടായപ്പോ അന്റെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പോഴോ ഈ വാപ്പി ഉമ്മയല്ലേ ഉള്ളൂ. എനിക്കെല്ലാം മനസ്സിലായി മോളെ. മോളെ, ഇവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ. പുറപ്പെടാൻ തയ്യാറായിക്കോ. മോമാക്ക, സക്കീറിന്റെ ഭാര്യയായിട്ട് മാത്രല്ല, ഇങ്ങളെ മരുവോളും കൂടി ആയിട്ടാ ഞാൻ ഓളെ പറഞ്ഞയക്കണത്. എന്റെ മരുവളായിട്ടല്ല, എന്റെ മോളായിട്ടാ ഞാൻ ഓളെ കൊണ്ടുപോണത്. സെക്യൂർ സീൻ ഇവിടെ ഇറങ്ങിക്കോ. നിങ്ങക്ക് ഇവിടെ തന്നെയാ നല്ലത്. ഞമ്മളെ പോരക്ക് തീരെ സൗകര്യമില്ല. ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾ മാന്യായിട്ട് ജീവിച്ചു കണ്ടാ മതി. രണ്ടാളൂടെ ഇറങ്ങിക്കോ.
ബാപ്പ നമുക്ക് ബേക്കറി വഴി പോകാം. അവിടെ നിന്ന് കയറണം. മോളെ ഞങ്ങളിങ്ങോട്ട് പോന്നു. അതെന്തേ? അവിടെ ഒരു സുഖല്ല. അല്ലെങ്കിലും ബാപ്പയമ്മയും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നതിലല്ല, ഞങ്ങളായിട്ട് ഇങ്ങോട്ട് വരണം. അതാ അതിന്റെ ഒരു ശരി. അന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഏതായാലും ഇക്കാക്കി താത്തി ആദ്യമായിട്ട് വീട്ടിൽ വരില്ലേ, നമുക്ക് മധുരം കഴിച്ചിട്ട് കയറാം. ആ ആ ആ ഇതാ ആ ഇതാ താത്ത ആ തുമ്മയ്ക്ക്. ആ എന്താ എനിക്കിതൊന്നും പറ്റൂല. അതിന് വാപ്പായ്ക്ക് ഷുഗർ അല്ലേ? എന്ത് ഷുഗർ? ഇനി ഷുഗർ നമുക്കൊരു പ്രശ്നമല്ല. ഒന്നുകൂടി ഇങ്ങോട്ട് കാട്ടിക്ക. മനസ്സെന്ത മാണിക്ക് കല്ലു തന്നു, മനസ്സെന്ത മാണിക്ക് കല്ലു തന്നു, എന്നിട്ടും സ്നേഹത്തിൻ പൊരുളെന്തെന്നറിയാതെ മാനവനരകത്തിൻ വഴി ഞാൻ ആഴ്ചയില് ഫേഷ്യല്, സ്റ്റിച്ചിങ്, ഫിസ്റ്റിങ്, പ്ലക്കിങ്. അല്ല, ഈ പ്ലക്കിങ് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഇല്ല, എന്താ പ്ലക്കിങ്? പ്ലക്കിങ് പറഞ്ഞാൽ പ്ലക്കിങ് തന്നെ, അല്ല എന്താ? എന്താ ഒന്നാട് മാറിന്നാ? ആരെ ഈ ലോക്കൽ കസേരയൊക്കെ ഇവിടെ കൊണ്ട്? എടാ അതല്ല, പുതിയ സിനിമയുടെ കാര്യ പറഞ്ഞേ. അത് ശരി. അപ്പൊ അത് നിന്റെ അടുത്ത് എത്തിയല്ലേ? വെറുതെ അല്ലടാ നിന്റെ കട പൂട്ടി പോയത്. ആ എടാ, വല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു വിടണേ, മറക്കല്ലേ. ഷാജിയെ, നിന്നെ കണ്ട പോലീസല്ല ഐജി ആയിരിക്കും ഇവിടെ വരിക. ബാങ്ക് കയറി പോടാ അവിടുന്ന്. എന്റെ പൊന്നോര വാസട്ട, ജീവിക്കാൻ വേറെ നിവൃത്തില്ലാത്തോണ്ട എനിക്കൊരു പൊന്തക്കാണ്ട മറുപടി. അല്ലെങ്കിൽ ഇജ്ജ് എന്തിനാ ഈ കാർബാളിനെ കൂടെ കൊണ്ട് നടക്കുന്നത്? കാർബാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്. ഇത് എനക്കൊരു കാറ് വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ, ഞാനൊരു കാറ് നോക്കി വെച്ചിട്ടുണ്ട്. മയക്കാറത് ജനിച്ചിട്ട് കാറ് കയറാതെ കാറ് നോക്കിക്കള്. നോക്കാം സെക്യൂറെ, കാറൊക്കെ ഞാൻ നോക്കി വെച്ചിരിക്കണേ. ഒരു വക്കീലിന്റെ കാറാണ്, ഒരു പരിക്കൂല, ഫുള്ള് AC ആണ്. പിന്നെ വക്കീലിന് വലിയ കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഓട്ടൊന്നുമില്ല. ആര് പറഞ്ഞാലും നിർത്തൂല, ഇതെന്റെ ജീവിതമാർഗം, എനിക്കും ജീവിക്കണ്ടേ. അതാണ് അതിന്റെ മാന്യത. ചെല്ലി ഇപ്പൊ കണ്ടോ എന്റെ നിലയും വിലയും? ഇതേമാതിരി തന്നെ സാറേ സാറേ എന്ന് വിളിച്ചിങ്ങാണ്ട് 100 കണക്കിന് ആൾക്കാരോട് വരും. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഗൾഫിലേക്ക് പോകാം. ഞാൻ വിചാരിച്ച അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ആള് കണ്ട പോലെ ഒന്നും അല്ല, സുന്ദരിയാണല്ലോ.